തിരുവോണ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള പഴനുറുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പഴമൊക്കെ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാനിലേക്ക് നെയ്യാണ് ചേർക്കുന്നത്. അങ്ങനെ നെയ്യൊക്കെ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നവരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർക്കുന്നത്. അങ്ങനെ രണ്ടാം പാലിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരുവിധം വെന്ത ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് കരിപ്പെട്ടിയാണ് ചേർക്കേണ്ടത്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള കരിപ്പെട്ടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് നന്നായി മെൽറ്റ് ആവുന്നവരെയാണ് ഇളക്കി യോജിപ്പിക്കേണ്ടത്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ചുക്കുപൊടിയാണ്, പിന്നെ ചേർക്കുന്നത് ജീരകപ്പൊടിയാണ്, പിന്നെ ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ചേർത്ത ശേഷം നന്നായി വഴറ്റി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒന്നാം പാലാണ് ചേർക്കുന്നത്. അങ്ങനെ ഒന്നാം പാലും ചേർത്ത് കുറുകി കഴിയുമ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ പഴനുറുക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് പപ്പടം. അപ്പോൾ പപ്പടവും കൂട്ടി കുഴച്ചാണ് ഈ ഒരു പഴനുറുക്ക് കഴിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് പഴനുറുക്ക് തയ്യാറാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.